സ്പെഷ്യൽ ആയിട്ടുള്ള കായ്പോളയാണ് റെഡിയാക്കുന്നത്. ഇഫ്താറിന്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണിത്. ഒരുപാട് എണ്ണ ഓയിലൊന്നും ഇല്ലാതെ പെട്ടെന്ന് മുട്ടയും പഴം ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു കായ്പോള എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കായ്പോള റെഡിയാക്കാനായിട്ട് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. 2 പഴം എന്ന് പറയുമ്പോൾ 600 ഗ്രാം വരുന്നുണ്ട് കേട്ടോ. 2 പഴം വെച്ച് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു 4 മുട്ടയാണ് എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന പഴത്തിന്റെ വലിപ്പം അനുസരിച്ച് മുട്ടയുടെ അളവിൽ വ്യത്യാസം വരാം. ഇതിപ്പോ അത്യാവശ്യം വലിയ പഴമാണല്ലോ, അപ്പൊ അതുകൊണ്ട് 4 മുട്ട കറക്റ്റ് തന്നെയായിരിക്കും. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന 2 പഴം ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 മുട്ടയൊക്കെ മതിയാകും. അപ്പൊ ആദ്യം ഈ പഴം ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നടുകിലൂടെ ഒന്നങ്ങ് കത്തി വെച്ച് വരഞ്ഞു കൊടുത്തിട്ട് ഒന്നുകൂടെ അങ്ങ് വരഞ്ഞു കൊടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്താൽ മതി. മുറിക്കുമ്പോൾ ഒരുപാട് കനം കുറയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒരു കട്ടിയിൽ ഈ ഒരു രീതിയിൽ പഴം മുറിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കാഷ്നട്ടും മുന്തിരിയൊക്കെ എടുക്കുന്നത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു ഇത്തിരി കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നങ്ങ് വറുത്തെടുക്കാം. കാഷ്യൂ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി വറവായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുന്തിരി കൂടെ ഇട്ട് കൊടുത്തിട്ട് രണ്ടോട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തിട്ടുള്ള ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ ആദ്യം മുറിച്ച് വെച്ചിട്ടുള്ള പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പഴം വഴറ്റിയെടുക്കുന്ന സമയത്തിന് പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നങ്ങ് വഴറ്റിയെടുക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇളക്കുന്ന സമയത്ത് ഒരുപാട് കുത്തി ഉടഞ്ഞു പോകാനും പാടില്ല. നല്ല പഴുത്തിട്ടുള്ള പഴം കഴിഞ്ഞ് ചിലപ്പോൾ ഒരുപാട് അങ്ങ് ഇളക്കി കഴിഞ്ഞാൽ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഉടയാത്ത രീതിയിലാണ് നമുക്കിത് വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പൊ പഴം നന്നായിട്ട് വാട്ടി റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കയ്യിൽ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കുകയാണെങ്കിലും മതി. പക്ഷെ ഇങ്ങനെ ആവുമ്പോൾ മുട്ടയുടെ ഭയങ്കര മണമൊക്കെ ഒഴിവായി കിട്ടും. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി. ഏലക്ക പൊടിച്ചതില്ലെങ്കിൽ 2 ഏലക്കായ ഇട്ട് കൊടുത്താലും മതിയാവും. മധുരം ഒന്നങ്ങ് ബാലൻസ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. ഇതിന് പകരം വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. ഇനി പാലും പാൽപ്പൊടി ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ മുട്ട മാത്രം മിക്സ് ചെയ്തിട്ട് ഇത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. ഇപ്പൊ പാൽപ്പൊടി ആണെങ്കിലും ഒരുപാട് അളവ് എടുക്കണ്ട. കാരണം അളവ് ഒരുപാട് കൂടി കഴിഞ്ഞാൽ നമ്മൾ കായ്പോള റെഡിയാക്കി കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ അതിന്റെ ഉള്ളിലത്തെ ആ ഒരു ടെക്സ്ചർ കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ കൂടുതൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതായത് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് മാത്രം ഒഴിച്ചാൽ മതി. പാലാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ അത്ര തന്നെ മതിയാവും കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം വഴറ്റി റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ മുന്തിരി ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു പകുതി സമയത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനിയിപ്പോ കായ്പോള റെഡിയാക്കാനായി അപ്പൊ അതിനായിട്ടുള്ള ഏത് പാത്രമാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചിട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുക്കാം. ഇത് ആക്കിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം മുട്ടയൊക്കെ ഉള്ളതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാൻ കൂടെ അടിയിൽ വെച്ചിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ കായ്പോള ഒഴിക്കുന്ന പാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഒരു പഴയ തട്ടോ പാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഡയറക്റ്റ് തീ അങ്ങ് തട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിലേക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ സ്പൂൺ വെച്ചൊന്നങ്ങ് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ പഴവും മുട്ടയുടെ മിക്സ് ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. ചിലപ്പോൾ ഒരു 30 മിനിറ്റ് വേണ്ടി വരും. അത് നമ്മുടെ തീനനുസരിച്ച്, അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാന്, കായ്പോള ഉണ്ടാക്കുന്ന പാൻ അനുസരിച്ചിട്ടും. ഇപ്പൊ ഇത് കുറച്ചൊരു പരന്നിട്ടുള്ള ഒരു പാനിലാണ് ഒഴിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. പക്ഷെ ഇതുപോലത്തെ ആകുമ്പോൾ കാരണം നമ്മളതിങ്ങനെ കട്ടിയിൽ കിടക്കുകയാണല്ലോ, അപ്പൊ അത് കറക്റ്റ് കുക്കായി കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പൊ വളരെ ചെറിയ തീയിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതൊന്നങ്ങ് തുറന്ന് നോക്കിയിട്ട് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ അടച്ചു വെച്ചിട്ട് ബാക്കിയുള്ള സമയം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതായത് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഒക്കെ ഇനിയും വേണ്ടി വരും. ഇപ്പൊ കറക്റ്റ് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു 25 മിനിറ്റ് ആയ സമയത്ത്. അപ്പൊ കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല, ഒരു ഇത്തിരി കൂടെ വേവാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരു സ്ക്വയറോ കത്തി എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി വെക്കുന്ന സമയത്ത് ഇതിൽ മുട്ടയുടെ അംശമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും.
അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പരന്നിട്ടുള്ള പാനിലേക്കാണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. കാരണം അതിന്റെ കട്ടി കുറവായിരിക്കും, പെട്ടെന്ന് കുക്കായി കിട്ടും. ഇങ്ങനത്തെ ഒക്കെ ഒരു പാനിലാകുമ്പോഴാണ് വെന്തിട്ടാൻ ഇത്തിരി സമയം എടുക്കുക. പിന്നെ ഇതിന്റെ മുകൾ ഭാഗം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വെന്തിട്ടില്ല എന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല, അത് പാൽപ്പൊടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ആ ഒരു കളറിൽ വന്നിട്ടുള്ളതാണ്. കറക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പൊ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് പാനിൽ നിന്ന് അങ്ങ് മാറ്റിയാൽ മതി. ചൂടോട് കൂടെ ഇളക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ സൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചെടുക്കുക, അല്ലാതെ തന്നെ പെട്ടെന്ന് കിട്ടിക്കോളും. അപ്പൊ ഇതിന്റെ മുകൾ ഭാഗം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കളർ മാറി വരണമെന്നുണ്ടെങ്കിൽ മാത്രം വേറൊരു പാനിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ആ ഒരു പാനിൽ ഞാൻ ഇത്തിരി നെയ്യ് തടവിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അങ്ങനെ തന്നെ മതി, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ മതി. ഇങ്ങനെ വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 1-2 മിനിറ്റ് കൂടെ വെച്ചു കൊടുക്കാം. അതായത് നമ്മൾ കായ്പോളിന് വേവാനൊന്നും ബാക്കിയില്ല, പക്ഷെ ആ ഒരു ചെറിയൊരു കളർ ചേഞ്ചിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഇനിയിപ്പോ നമുക്കത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് അങ്ങ് കമിഴ്ത്തിയെടുക്കാം. ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കായ്പോള നാടിയിൽ പിടിക്കുന്ന പ്രശ്നം അങ്ങനെ ഒന്നും വന്നിട്ടില്ല. കാണുന്ന സമയത്ത് തന്നെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇത് കഴിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ചെറിയ ചൂടുണ്ടാവണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഭയങ്കരമായിട്ട് തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇഫ്താറിന്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ 4 മണി സമയത്താണെങ്കിലും ഒക്കെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് ഇത്. ശരിക്കും കായ്പോള എന്ന് പറയുമ്പോൾ ഇതുപോലെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ ചെറിയൊരു ലെയർ പോലെയൊക്കെ തോന്നും. ഒരുപാട് ആളുകൾ ചെയ്ത് നോക്കുന്ന റെസിപ്പി തന്നെയായിരിക്കും. എന്നാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി.